പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS-ന്റെ 2024 ഒക്ടോബർ പരീക്ഷ എഴുതി പാസ്സായ +2 വിദ്യാർത്ഥികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ജനുവരി 17 റിസൾട്ട് വന്നത്. കാരണമുള്ള കംപ്ലൈന്റുകൾ വന്നാൽ മാത്രമേ നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമുള്ളൂ. നമ്മൾ എക്സാം എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ ഒരു കാരണമാണ്. ചിലപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടോ, ചിലപ്പോൾ ആൻസർ തെറ്റായിരിക്കാം ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് കാരണമായിട്ടുള്ള കാരണങ്ങൾ, ഉറപ്പുള്ള കാരണങ്ങൾക്ക് മാത്രമേ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞാൽ അവിടെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് റീവാലുവേഷനോ ഇമ്പ്രൂവ് ചെയ്യാനോ കൊടുക്കുക. അവിടെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ എക്സാം എഴുതിയിട്ട് അവിടെ ആബ്സെന്റ് കിട്ടും, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കാണിക്കണം. തിയറി എക്സാം പ്രാക്ടിക്കൽ എഴുതിയിട്ട് അവിടെ മാർക്ക് വന്നില്ല, അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തു അവിടെ മാർക്ക് വന്നില്ല. ഇങ്ങനെ റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അല്ല ഞാൻ നന്നായിട്ട് എക്സാം എഴുതി പക്ഷെ ഞാൻ തോറ്റു എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുക. അവിടെയുള്ള പരാതി അത് തന്നെയാണ്. അല്ലാത്ത കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരു കംപ്ലൈന്റ് നമ്മൾ പറയുന്നത്, നിങ്ങൾ തിയറി എക്സാം എഴുതി അവിടെ മാർക്ക് വന്നില്ല എന്ന് വിചാരിക്കാം. മാർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കാദമിയിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അഡ്മിഷൻ എടുത്ത ആൾക്ക് വിളിച്ചു. നിങ്ങൾ അഡ്മിഷൻ എടുത്ത ആൾക്കുള്ള കംപ്ലൈന്റുകൾ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പേരോ ഫാദർ നെയിമോ മദർ നെയിമോ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂ, അയാളെ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ല നിങ്ങൾ തിയറി എക്സാം സെന്ററുമായിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടും കാര്യമില്ല. അവരവിടെ പരീക്ഷ നടത്തി പേപ്പർ അയച്ചു കൊടുത്തത് പിന്നെ കൊച്ചിയിൽ നിന്നല്ലേ വാല്യൂ നിൽക്കുന്നത്. അപ്പൊ അവരും ഇതറിയില്ല. അപ്പൊ പല വിദ്യാർത്ഥികളും എന്ത് ചെയ്യും, മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ മാർക്ക് വന്നില്ലെങ്കിലോ അക്കാദമിയിൽ പോയി അവരുമായിട്ട് അവരെ അറിയിക്കാം. അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്ത രീതിയിൽ ഒരു അഡ്മിഷൻ എടുത്ത സെന്റർ നമ്മൾ പറയാം എന്നല്ലാതെ അവരെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ പാടില്ല എന്നുള്ള. അതേപോലെ നിങ്ങൾ തിയറി എക്സാം എഴുതിയ സെന്ററിലും അവിടെ നിങ്ങൾക്ക് പറയാം എന്നല്ലാതെ ചില സെന്ററുകാർ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്പർ തരും, ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ബന്ധപ്പെടണം എന്നുള്ളത്. ഇതൊക്കെ റീജിയണൽ സെന്ററിലാണ് എന്ത് ചെയ്ത് നമ്മൾ ബന്ധപ്പെടേണ്ടത്. ഇപ്പൊ നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കൊച്ചി റീജിയണൽ സെന്ററിൽ നമ്പർ ഗൂഗിളിൽ നിന്ന് കിട്ടും. ഫോൺ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇഷ്ടംപോലെ കോളുകൾ വരികയാണ്, ലക്ഷക്കണക്കിന് കോളുകൾ ഓരോ ദിവസം വരുന്നുണ്ടാവും. കാരണം റിസൾട്ട് വന്ന ടൈമാണ്. അപ്പൊ അവർക്ക് അത് എടുക്കാനുള്ള പരമാവധികളും കാര്യങ്ങളും ഉണ്ടാവും. അവിടെ ഓഫീസ് വർക്ക് ഉണ്ടാവും. അവരുടെ കഴിവിനനുസരിച്ച് അവരെടുക്കും. പല ആളുകൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് കോൾ എടുക്കാതെ വേറെ കോളുകൾ എടുക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു മെയിൽ അയക്കുക, നമ്മുടെ റിസൾട്ടിന്റെ കോപ്പി അതിന്റെ കൂടെ അയക്കുക. പിന്നെ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു പോസ്റ്റ് വഴിയോ ഒരു ലെറ്റർ അയക്കുകയാണ്. മെയിൽ അയക്കുമ്പോൾ നമ്മൾ കുറെ ആളുകളുടെ മെയിലുകൾ അവിടെ ചെന്നിട്ടുണ്ടാവും. എല്ലാം പെട്ടെന്ന് പരിശോധിക്കണമെന്നില്ല. പോസ്റ്റ് വഴി ലെറ്റർ അയക്കുമ്പോൾ അതിൽ നമ്മൾ എന്താണ് കംപ്ലൈന്റ്, ഫ്രം അഡ്രസ് ടു അഡ്രസ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഭാഷയിലെങ്കിലും ഇത് എഴുതിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ, 1-2 ഫോൺ നമ്പർ വിളിച്ചവരെ കൊടുത്തിട്ട് ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഫോൺ നമ്പർക്ക് തിരിച്ചു വിളിക്കും. അതാണ് ഏറ്റവും നല്ല മാർഗം. മെയിൽ അയക്കണ്ട എന്നല്ല പറഞ്ഞാൽ, മെയിൽ അയക്കണതിന് മുമ്പ് നിങ്ങൾ പോസ്റ്റ് വഴി ഇതേപോലെ ലെറ്റർ അയക്കണം. റിസൾട്ടിന്റെ കോപ്പി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. ഫോൺ നമ്പർ പ്രത്യേകം വെക്കുന്നത് നല്ലതാണ്. അവരെ തിരിച്ചിങ്ങോട്ട് വിളിക്കേണ്ടത് തന്നെ. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് കൊച്ചി റീജിയണൽ സെന്ററുമായിട്ട് പരാതി. പിന്നെ സൈറ്റിൽ അതിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ടൊക്കെ മെസ്സേജ് ചെയ്യാം. എന്നിരുന്നാലും ഫിസിക്കലായിട്ട് ലെറ്റർ നമ്മൾ അയക്കുന്നത് ഏറ്റവും നന്നായിരിക്കുന്നത്. അപ്പൊ തിയറി എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവരുടെ കംപ്ലൈന്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേരിലോ ഫാദർ നെയിമിലോ മദർ നെയിമിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് അഡ്മിഷൻ എടുത്ത് ഏത് അക്കാദമിയാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ അവരത് തിരുത്തി തരും. ഓക്കെ. ഇനി പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്തു, പ്രാക്ടിക്കൽ മാർക്ക് വന്നിട്ടില്ല, അവിടെ ആബ്സെന്റ് ഇട്ടു. അപ്പൊ ആദ്യം നമ്മൾ പ്രാക്ടിക്കൽ മാർക്ക് ഇടുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം സെന്റർ ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, തിയറി മാർക്ക് ഇടുന്നത് തിയറി എക്സാം സെന്റർ അല്ല, കൊച്ചി നിന്നാണ്. അപ്പൊ പ്രാക്ടിക്കൽ മാർക്കുള്ള പ്രാക്ടിക്കൽ എക്സാം സെന്റർ ആയതുകൊണ്ട് നിങ്ങളുടെ NS-ന്റെ ID കാർഡിലെ സ്റ്റഡി സെന്റർ അവിടെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. അപ്പൊ എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ മാർക്ക് കുറഞ്ഞത്, എന്തെങ്കിലും ടെക്നിക്കൽ എറർ ചിലപ്പോൾ സംഭവിക്കാം. അവർ ചിലപ്പോൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആകാം. ചിലപ്പോൾ നമ്മൾ PCP ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും മാർക്ക് കുറയാം. ഓക്കെ. നമ്മൾ രജിസ്റ്റർ ചെയ്ത വർഷം തന്നെ PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ കാരണം നമ്മുടെ എക്സാം എഴുതുന്നത്. 5 കൊല്ലം വരെ വാലിഡിറ്റി ഉണ്ടല്ലോ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 2 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതാം എന്ന് ചെയ്താൽ രണ്ടാമത്തെ കൊല്ലം നമ്മൾ പോയി PCP ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ അതിന്റെ മാർക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല സെന്ററുകളും മാർക്ക് കുറക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ എക്സാമിന് മാർക്ക് കുറയാൻ ഒരു കാരണം ചിലപ്പോൾ PCP ക്ലാസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് അറ്റൻഡ് ചെയ്യാതെ രജിസ്റ്റർ ചെയ്ത അക്കാദമിക് ഇയർ തന്നെ നമ്മൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എക്സാം എഴുതുന്നില്ലെങ്കിലും PCP ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഏത് വർഷമാണോ എക്സാം എഴുതുക അപ്പോഴേക്കും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സെന്ററുകൾ നമുക്ക് അതിന്റെ മാർക്ക് തരില്ല, ചില സെന്ററുകൾ തരും. അപ്പൊ നമ്മൾ റീസൺ അന്വേഷിക്കുമ്പോൾ ഇതാണ് കാരണം എന്ന് പറയും. അപ്പൊ കറക്റ്റ് PCP ക്ലാസ് നമുക്ക് പ്രാക്ടിക്കലിന്റെ പകുതി മാർക്ക് നഷ്ടപ്പെടും. പ്രാക്ടിക്കൽ മാർക്ക് പകുതി മാർക്കും അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം PCP ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ റെക്കോർഡ് എഴുതാത്ത കാരണങ്ങൾ വരാം. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിൽ നമ്മൾക്ക് എന്താണ് നേരത്തിൽ അത് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ മാർക്കും എന്ത് ചെയ്യാം കുറയാം. അപ്പൊ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ പ്രാക്ടിക്കൽ എക്സാം സെന്ററിൽ നിന്ന് പരിഹരിക്കാൻ പറ്റുന്ന കംപ്ലൈന്റ് ആണ് അവരവിടുന്ന് പരിഹരിക്കും, അല്ലെങ്കിൽ അവർ കൊച്ചി റീജിയൻ സെന്ററിൽ ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അസൈൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് ആരാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്റ്റുഡന്റ് ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ TMA സ്റ്റാറ്റസ് പരിശോധിച്ചു നോക്കുക. TMA സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ഉറപ്പിക്കുക. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഓഫീസിലേക്ക് എക്സാം സെന്ററിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആണോ, ആ TMA സ്റ്റാറ്റസിൽ ഓരോ വിഷയത്തിന്റെ അപ്ലോഡ് ചെയ്ത് കാണും. മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അതിന്റെ റീസൺ അവിടെ കാണും. ചില ആളുകൾ നോക്കി എഴുതിയിട്ടുണ്ട്, അവർ സെന്ററിൽ തന്നെ വേറെ ആളെ നോക്കി എഴുതിയിട്ട് മാർക്ക് ഇടാതെ വന്നതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് TMA ഡാഷ്ബോർഡിൽ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡിൽ TMA സ്റ്റാറ്റസ് ഫുള്ളായി പരിശോധിക്കണം. അപ്പൊ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്താണ് റീസൺ ഒക്കെ കാണാൻ കഴിയും. ആ അപ്ലോഡ് ചെയ്തിട്ടും മാർക്ക് വരാത്തതാണെങ്കിൽ നിങ്ങളുടെ എന്താണ് അസൈൻമെന്റിന് മാർക്ക് ഇടുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആണ്. ഓക്കെ, NSന്റെ ID കാർഡിലെ സ്റ്റഡി സെന്റർ ആണ്, അവരോട് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തിയറി, പ്രാക്ടിക്കല്, അസൈൻമെന്റ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എക്സാം എഴുതിയിട്ട് ആബ്സെന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സെന്ററുമായിട്ട് ബന്ധപ്പെടുക. അവിടെ നമ്മൾ അറ്റൻഡൻസ് ബുക്കിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, ഏത് എക്സാം എഴുതിയിട്ടും അവിടെ ആബ്സെന്റ് ഇട്ടിക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് കോൺടാക്ട് ചെയ്യാം. ആവശ്യമില്ലാതെ നമ്മൾ പല സ്ഥലത്തേക്കും വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓരോ വിഷയം വരുമ്പോൾ എനിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ എവിടെയാണ് കോൺടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് പേരിലോ ഫാദർ നെയിമോ മദർ നെയിമോ അഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ സെന്ററുമായി കോൺടാക്ട് ചെയ്യുക. പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്കുമായി കംപ്ലൈന്റ് പ്രാക്ടിക്കൽ എക്സാം സെന്ററുമായി ബന്ധപ്പെടുക. തിയറി പരീക്ഷയുടെ കംപ്ലൈന്റുകൾ ഡയറക്റ്റ് കൊച്ചി റീജിയൻ സെന്ററുമായിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അസൈൻമെന്റ് മാർക്കുമായി ബന്ധപ്പെട്ടാണ് അസൈൻമെന്റ് ആരാണോ അപ്ലോഡ് ചെയ്തത് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ TMA സ്റ്റാറ്റസ് പരിശോധിച്ച് റീസൺ കണ്ടെത്തുക. ഓക്കെ, എത്രയാണ് വരുന്നത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.